നമസ്കാരം. 2026 നിങ്ങൾ വീട്ടിൽ ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും. ഹൈബ്രിഡ് സോളാർ സിസ്റ്റം കേരളത്തിൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. നമ്മൾ ഏതൊക്കെ ടെക്നോളജി ഉണ്ട്, ഏതൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് അവൈലബിൾ ആണ്, ഏതൊക്കെ ബാറ്ററീസ് ഉണ്ട്, ലിഥിയം ബാറ്ററീസും ലെഡ് ആസിഡ് ബാറ്ററി, ഏതൊക്കെ ബാറ്ററി ചൂസ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അവസാനം വരെ നിന്ന് നോക്കുക. നോർമലി നമ്മൾ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുമ്പം നമ്മൾ ഒരു കിലോ വാട്ട് തീരുമാനിക്കുന്നുണ്ട്. അതായത് സോഴ്സിൽ തൊട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി, അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഡിമാൻഡ്, ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. 5 kVA, 6 kVA, 10 kVA, 3 kVA. ഓക്കെ. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോഡ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ സോഴ്സിൽ വരുന്നത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എത്രയാണോ ലോഡ്, അതിൻ്റെ ആവശ്യമുള്ള ബാക്കപ്പ്, അത് വെച്ചിട്ടാണ് നമ്മൾ അറൈവ് ചെയ്യുന്നത്. അതായത് സോഴ്സ് ടു ലോഡ് അല്ലാതെ നമ്മൾ ലോഡ് ടു സോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റോറേജ് ഗ്രിഡ് ടു സോഴ്സ് എന്ന് പറയാം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം ഈ ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിലൊരു പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട 3 ഗുണങ്ങളെന്ന് പറയുന്നത് പീക്ക് ഷേവിംഗ് എന്ന് പറയും, ടെക്നിക്കൽ ടേം പീക്ക് ഷേവിംഗ്. പിന്നെ സെക്കൻഡ്ലി നമ്മൾ എനർജി ഷിഫ്റ്റിംഗ്. തേർഡായിട്ട് പറയുന്നത് എനർജി ആർബിട്രാജ്. നമ്പർ 1 പീക്ക് ഷേവിംഗ് എന്ന് പറയുന്നത് നമ്മൾ പീക്ക് ഡിമാൻഡ് ലോഡ് ഉണ്ടല്ലോ, നമ്മളത് ഷേവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു 10 കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു 8 കിലോ വാട്ടാണ് പീക്ക് ഡിമാൻഡ് ലോഡ് എന്ന് വിചാരിച്ചോളൂ. ഇത് നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഒരു 4 കിലോ വാട്ട് കൊണ്ടുവരാൻ പറ്റും. റിമൈനിങ് നമ്മൾ KCB ഗ്രിഡിന് ഡിപ്പെൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പീക്ക് ആയിട്ടുള്ള ലോഡ് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത്, കേരളത്തിൽ പീക്ക് ഡിമാൻഡ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞിട്ട് KPMGയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ലാസ്റ്റ് 2025 അവർ KSEBക്ക് വേണ്ടിയിട്ട് പഠിച്ച റിപ്പോർട്ടിൽ, ആ റിപ്പോർട്ടിൽ പറയുന്നത് 3 പീക്ക് ഡിമാൻഡ് ഡ്രൈവേഴ്സാണ് കേരളത്തിൽ റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന് നിലവിലുള്ളത്. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ AC യൂസേജ്, നമ്പർ 2 EV ചാർജിങ്, നമ്പർ 3 ഇലക്ട്രിക്കൽ, അതായത് ഇൻഡക്ഷൻ കുക്കിംഗ്, ഇലക്ട്രിക് കുക്കിംഗ് വെച്ചേക്കാം നമുക്ക്. അപ്പം ഈ 3 പീക്ക് ഡിമാൻഡ് ഡ്രൈവേഴ്സും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2027 7000 മെഗാവാട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. 7000 മെഗാവാട്ട് ഈ 3 ലോഡിൽ നിന്ന് മാത്രം കേരളത്തിൽ റിക്വയർമെന്റ് ഉണ്ട് 2027. അപ്പം ഇതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹൈബ്രിഡ് വെച്ച് കഴിഞ്ഞാൽ ഈ പീക്ക് ഡിമാൻഡ് ഡ്രൈവേഴ്സ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഫോർ ദ റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സ്. കമേഴ്ഷ്യലിൽ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആണ്. ഓക്കെ. ഇതിൽ നമ്മൾ സെക്കൻഡ് എന്ന് പറയുന്നത് എനർജി ഷിഫ്റ്റിംഗ്. ഉദാഹരണത്തിന് നമ്മൾ പകൽ സമയത്ത്, അതായത് ഒരു 1 മണിക്ക്, 12 മണിക്ക്, 2 മണിക്കൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി, സോളാർ എനർജി നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജി നമുക്ക് രാത്രി 9 മണിക്ക്, 10 മണിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അഥവാ അടുത്ത രാത്രി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, 1 മണി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മൾ എനർജി ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ TOD ബില്ലിംഗ് വരുന്ന സാഹചര്യത്തിൽ എനർജി ഷിഫ്റ്റിംഗ് ഇത് ഒരു എന്താ പറയുക, ഒരു വെരി ഇമ്പോർട്ടൻറ്റ് യൂസേജ് ആണ്. തേർഡ് ഇമ്പോർട്ടൻറ്റ് യൂസേജ് എന്ന് പറയുന്നത് എനർജി ആർബിട്രാജ് ആണ്. എനർജി ആർബിട്രാജിലാണ് ഹൈബ്രിഡിൻ്റെ ശരിക്കുള്ള കളി എന്ന് പറയുന്നത്. എനർജി ആർബിട്രാജ് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിസിറ്റി ചീപ്പായിട്ടുള്ള സമയത്ത് നമ്മൾ ഗ്രിഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എപ്പോഴാണോ ഇലക്ട്രിസിറ്റിയുടെ വില കൂടുന്നുണ്ട്, എക്സ്പെൻസീവ് ആയിട്ടുള്ള സമയത്ത് നമ്മളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രിഡിൽ ഫീഡ് ചെയ്യാം. സോ ഇതാണ് എനർജി ആർബിട്രാജ് എന്ന് പറയുന്നത്. ഈ എനർജി ആർബിട്രാജ് ആണ് ഇനി ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഗെയിം ചേഞ്ചിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. എല്ലാ വലിയ വലിയ കമ്പനീസും, അതുപോലെ യൂട്ടിലിറ്റി സ്കെയിൽ പ്രോജക്ട്സും, ബാറ്ററി എനർജി സ്റ്റോറേജ് ബെസ്റ്റ് സിസ്റ്റംസും, C&I കസ്റ്റമേഴ്സും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പം എല്ലാവരും ബാറ്ററി ഹൈബ്രിഡ് സ്റ്റോറേജിൽ പോകുന്നത്. റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിന് കേരളത്തിൽ ഇതൊരു പ്രധാന ഘടകമായിരിക്കും. ടെക്നിക്കലി നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് ഈ എനർജി ആർബിട്രാജിൽ എങ്ങനെയാണ് പറയുന്നത് പറഞ്ഞാൽ, ചാർജ് അറ്റ് ദ ലോ പ്രൈസ് പീരീഡ്, ഡിസ്ചാർജ് അറ്റ് ദ ഹൈ പ്രൈസ് പീരീഡ് എന്ന് പറയും. അതായത് വൈദ്യുതി വില കുറവുള്ള സമയത്ത് അതിനെ ചാർജ് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുക, എപ്പോഴാണോ വൈദ്യുതി വില കൂടുന്ന സമയത്ത് അതിനെ ഡിസ്ചാർജ് ചെയ്യുക, ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക, നമുക്ക് ലോഡിൽ യൂസ് ചെയ്യുക. ഇതിനാണ് മെയിൻലി എനർജി ആർബിട്രാജ് എന്ന് പറയുന്നത്. സോ ഇതൊരു വലിയ ഒരു മൂല്യമാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച്. ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുമ്പം അടുത്ത കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ്, നിലവിൽ ഓൺ ഗ്രിഡ് ചെയ്ത വീടുകളിൽ ഹൈബ്രിഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ നിലവിലത്തെ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് AC കപ്പിൾഡ് ആണ്. ഓക്കെ, AC സിസ്റ്റമാണ്. ഈ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ കൂടെ നമുക്ക് ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹൈബ്രിഡ് സിസ്റ്റമാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നിലവിലത്തെ വെച്ചേക്കുന്ന ഇൻവെർട്ടറിൽ ആ ഫീച്ചർ, AC കപ്പിൾഡ് ഫീച്ചർ ഉണ്ടോ എന്നുള്ളത് ഇൻസ്റ്റാളറുമായിട്ട് അല്ലെങ്കിൽ ആ മാനുഫാക്ചറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് AC കപ്പിൾഡായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി DC ഹൈബ്രിഡ് സിസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റും. ബേസിക്കലി റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന് നമുക്ക് ഇനി വരുന്ന ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് AC കപ്പിൾഡ് ഫീച്ചർ എനേബിൾഡ് ആയിരിക്കും. അതുപോലെ ഡയറക്റ്റ്ലി ഉള്ള സിസ്റ്റത്തിന് നമുക്ക് DC കപ്പിൾഡ് ഫീച്ചർ ആയിരിക്കും ഉള്ളത്. സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുമ്പോൾ ബാറ്ററിയാണ്. ലെഡ് ആസിഡ് ബാറ്ററി, ലിഥിയം ബാറ്ററി, പിന്നെ നിക്കൽ കാഡ്മിയം, ഈ 3 ബാറ്ററീസാണ് നമുക്ക് നിലവിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ലെഡ് ആസിഡ് ബാറ്ററി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എനർജി ഡെൻസിറ്റി വളരെ കുറവാണ്. ഓക്കെ, വെൻ കമ്പയർ ടു ലിഥിയം കെമിസ്ട്രി. ഓക്കെ, അതുപോലെ തന്നെ നിക്കൽ കാഡ്മിയം.
ലെഡ് ആസിഡ് ബാറ്ററി വെച്ച് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലോഡ്സ്, ഹെവി ലോഡ്സ് പോലത്തെ AC അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ EV ചാർജിങ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒബ്വിയസ്ലി അപ്പോൾ നമ്മൾ അതിൻ്റെ സൈക്കിൾസും കുറവായിരിക്കും. ഓക്കെ, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്, നമുക്ക് ഡിസ്ചാർജ് ആവുന്ന റേറ്റും കുറവായിരിക്കും. നമുക്ക് ലിത്യം നോക്കാം. ലിത്യം ആൻഡ് നിക്കൽ കാഡ്മിയം. നിക്കൽ കാഡ്മിയം എനർജി ഡെൻസിറ്റി ഡെഫിനറ്റ്ലി ലിത്യം കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. പക്ഷേ നിക്കൽ കാഡ്മിയം ബാറ്ററീസിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസേൺ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. ഒത്തിരി നിക്കൽ കാഡ്മിയം ബാറ്ററീസ് നമുക്ക് തീ പിടിച്ചിട്ടുണ്ട്. നമുക്കെന്ന് പറയുമ്പോൾ ഇന്ത്യയിലുണ്ട്, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ലിത്യം നിക്കൽ കമ്പയർ ചെയ്യുമ്പം സേഫ്റ്റിയാണ്. അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ എനർജി സ്റ്റോറേജ് പ്രോജക്ട്സിൽ ഇപ്പം നിലവിൽ ലിത്യം ഫെറസ് ഫോസ്ഫേറ്റ് LFP ബാറ്ററീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലിത്യം ബാറ്ററീസിൽ തന്നെ നമുക്ക് ഹൈ വോൾട്ടേജും ഉണ്ട്, ലോ വോൾട്ടേജും ഉണ്ട്. മാക്സിമം പ്രോജക്ട്സിൽ നമുക്ക് റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന് ലോ വോൾട്ടേജ് LV ബാറ്ററീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചില കൺസ്യൂമേഴ്സിന് HV ബാറ്ററീസ് വരാറുണ്ട്. എവിടെയൊക്കെ നമ്മൾ ലോഡ് ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്ത്, ഇപ്പം 50 kWh ബാറ്ററീസ് വയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഹൈ വോൾട്ടേജ് ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ടൈപ്സ് ഓഫ് ബാറ്ററി നമ്മൾ ഓൾ ഇൻ വൺ ESS എന്ന് പറയും, ഓൾ ഇൻ വൺ എനർജി സ്റ്റോറേജ് സിസ്റ്റം. പിന്നെ റാക്ക് മൗണ്ടഡ് ഉണ്ട് ബാറ്ററി, പിന്നെ സ്റ്റാക്ക് മൗണ്ടഡ് ഉണ്ട്, പിന്നെ വാൾ മൗണ്ടഡ് ഉണ്ട്, പിന്നെ ഫ്ലോറിൽ നമുക്ക് വയ്ക്കുന്ന ബാറ്ററീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഓൾ ഇൻ വൺ ESS എന്ന് പറയുമ്പം ഹൈബ്രിഡ് സിസ്റ്റം, ഹൈബ്രിഡ് ഇൻവെർട്ടറും ബാറ്ററിയും ഒറ്റ സെറ്റപ്പിൽ തന്നെ വരുന്നുണ്ട്. കുറച്ചുകൂടെ എസ്തെറ്റിക് ആയിട്ടുള്ള സെറ്റപ്പാണ്. പക്ഷേ ഇതിൽ എക്സ്പാൻഡബിൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വെൻ കമ്പയർ ടു നമ്മളൊരു വാൾ മൗണ്ടഡ് അല്ലെങ്കിൽ റാക്ക് മൗണ്ടഡ് അല്ലെങ്കിൽ സ്റ്റാക്ക് മൗണ്ടഡ്. ഈ വാൾ മൗണ്ടഡ്, റാക്ക് മൗണ്ടഡ്, സ്റ്റാക്ക് മൗണ്ടഡിലൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോഡ് ഫ്യൂച്ചറിൽ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബാറ്ററീസ് ആഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നോർമലി നമ്മൾ വാൾ മൗണ്ടഡ് ബാറ്ററീസ് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ ചെവറിൽ തന്നെ വയ്ക്കുമ്പം അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പേസ് ആവശ്യമില്ല, നമുക്ക് മെയിൻ്റെനൻസിനും ഈസി ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റാക്ക് മൗണ്ടഡ് ബാറ്ററീസും വെക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സ്പേസ് ഒക്കെ കൂടുതലുള്ള സ്ഥലത്ത് നമുക്ക് സ്റ്റാക്ക് മൗണ്ടഡ്, റാക്ക് മൗണ്ടഡ് ബാറ്ററീസ് വെക്കാൻ പറ്റും, ഫ്ലോർ മൗണ്ടഡ് ബാറ്ററീസും വെക്കാൻ പറ്റും. അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പം ഈ സെൽസിൻ്റെ കപ്പാസിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് 100 AH-ൻ്റെത് 200 AH, അതുപോലെ 280 AH-ലുണ്ട്, പിന്നെ 300 AH, 314 AH, പിന്നെ 628 AH സെൽസ് വരുന്നുണ്ട്. ഈ സെൽസ് വെച്ച് നിർമ്മിച്ച ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ്, ഹൈബ്രിഡ് സിസ്റ്റം വേണ്ടിയിട്ടുള്ള ബാറ്ററി എനർജി BSS ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ മെയിൻലി നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പം ഈ 628 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് യൂട്ടിലിറ്റി സ്കെയിൽ അല്ലെങ്കിൽ വലിയ വലിയ പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈവൻ 314 ഒക്കെ നോക്കി കഴിഞ്ഞാൽ. പക്ഷേ മെയിൻലി നമുക്ക് 200, 280 ഒക്കെ റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ സിസ്റ്റംസിന് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ബാറ്ററീസ് ഇപ്പം ഇന്ത്യയിൽ അസംബിൾ ചെയ്താലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുനിന്ന് വരുവാണെങ്കിലും വലിയ വലിയ സെൽ മാനുഫാക്ചറിങ്, അതായത് ബെസ്റ്റ് ആയിട്ടുള്ള Tier 1 കാറ്റഗറി സെൽ മാനുഫാക്ചററുടെ കയ്യിൽ നിന്ന് മേടിച്ചതായിരിക്കണം. CATL, EVA എനർജി, ഇതുപോലത്തെ സെൽസ്, അല്ലെങ്കിൽ പാനസോണിക്, BYD അങ്ങനത്തെ സെൽസ് വെച്ച് ചെയ്യുന്ന ബാറ്ററീസ് കുറച്ചുകൂടെ നല്ല റിലയബിൾ ആൻഡ് ലോങ്വിറ്റി നമുക്ക് വരുന്നുണ്ട്. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഹൈബ്രിഡ് സിസ്റ്റംസ് മെയിൻലി ഫെയിൽ ആവുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ബാറ്ററി തന്നെയാണ്. ഒത്തിരി ലോക്കലി അസംബിൾഡ് ബാറ്ററി വെച്ച് ഒത്തിരി പേര് ഹൈബ്രിഡ് ചെയ്തിട്ടുണ്ട്, പല സിസ്റ്റംസ് ഫെയിലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഫെയിലിയറുടെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഓട്ടോമേറ്റഡ് AI ഫാക്ടറിയിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ചെയ്യുന്നത് ഒരു 78, 80+ ക്വാളിറ്റി കൺട്രോൾ ചെക്സ് ചെയ്യുന്നുണ്ട് ഈ വലിയ വലിയ ഫാക്ടറീസിൽ. ചില ഫാക്ടറീസൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ 100+ ആണ് അതിൻ്റെ ചെക്ക് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വാളിറ്റി, QA, QC, സേഫ്റ്റി, അതുപോലെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുമ്പം ഇത്രയും എലോബറേറ്റ് ആയിട്ടുള്ള ചെക്കിംഗ്, ഇൻസ്പെക്ഷൻ ലോക്കലി അസംബിളിൽ ഇവിടെ ചെയ്യുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ബാറ്ററി തന്നെയാണ് മെയിൻ റീസൺ ചില ഹൈബ്രിഡ് സിസ്റ്റംസ് ഫെയിൽ ആകാനുള്ള റീസൺ. ഇപ്പം നല്ലൊരു ഹൈബ്രിഡ് സിസ്റ്റം റൺ ആവുന്നുണ്ട്, നല്ല ബാറ്ററി വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ ഫെയിലിയർ വരത്തില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നത് മിനിമം 10 years ആയിരിക്കണം. മിനിമം 10 years അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈബ്രിഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോജിക്കില്ല. ബിക്കോസ് ഹൈബ്രിഡ് സിസ്റ്റം ഒരു റെസിഡൻഷ്യൽ കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടേമിനാണ്, 15, 20, 25 yearsന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ, നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ചോദിക്കാവുന്നതാണ് ഇൻസ്റ്റാളറുടെ അടുത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഡീലേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് ഗ്രേഡ് A സെൽസ് ബാറ്ററി തന്നെയാണോ എന്നുള്ളത്. ഗ്രേഡ് B, ഗ്രേഡ് C വെച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സെക്കൻഡ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ BMS അതുപോലെ EMS, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇത് രണ്ടും ഈ ഓൾ ഇൻ വൺ ESSലൊക്കെ ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ചില ബാറ്ററീസ് ഇപ്പം അവരുടെ ഹൈബ്രിഡ് സിസ്റ്റം ബാറ്ററി സെപ്പറേറ്റ് ആയിരിക്കും, ഹൈബ്രിഡ് ഇൻവെർട്ടർ സെപ്പറേറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എൻഫേസ് പോലത്തെ കമ്പനീസിൽ ബാറ്ററിയും ഈ ബാറ്ററി സിസ്റ്റം, അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റമും അതുപോലെ ഹൈബ്രിഡ് ഇൻവെർട്ടറും സിംഗിൾ മാനുഫാക്ചററാണ്. അതുകൊണ്ട് അവർക്ക് BMSലൊക്കെ കംപ്ലയിൻറ്റ് വരത്തില്ല. ഓക്കെ, അവർക്ക് ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പമാണ്.
ഇപ്പോൾ ചില മാനുഫാക്ചറേഴ്സ് അതുപോലെ ചില മാനുഫാക്ചറേഴ്സ് തേർഡ് പാർട്ടി BMS ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ തേർഡ് പാർട്ടി BMS യൂസ് ചെയ്യുമ്പം ചിലപ്പം ലോങ് ടേമിൽ ഇത് എറേഴ്സ് വരാറുണ്ട്. പ്രീവിയസ്ലി നമ്മളിത് അനുഭവിച്ചിട്ടുണ്ട്. ലോങ് ടേംസിൽ എറർ വരാറുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഗ്യാരണ്ടി ചെയ്യുക ഈ BMS എല്ലാം ഒരു മാനുഫാക്ചറർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിരിക്കണം. അതുപോലെ ഞാൻ പിന്നെയും പറയുന്നത് ഈ അസംബിൾഡ് സിസ്റ്റംസ് ചെയ്യുന്നത് പ്രശ്നം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഏത് സിസ്റ്റം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, ഏത് ബാറ്ററി ഏത് ഇൻവെർട്ടർ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ലോക്കലായിട്ടുള്ള മാനുഫാക്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒബിയസ്ലി ഇപ്പം MNRE ഒരു ഡ്രാഫ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക BIS സർട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്തതിനൊപ്പം അവർ കുറച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം സെപ്റ്റംബർ 2025 ഈ ഡ്രാഫ്റ്റ് റിലീസ് ചെയ്തേക്കുന്നത്. അതിൽ ഒരു സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന എല്ലാ ഹൈബ്രിഡ് ബാറ്ററീസിനും ഈ ഒരു സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മൾ 2026 അത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ചാർജ് ഡിസ്ചാർജ് കൺട്രോൾ ചെയ്യുക, ഓക്കെ, അതിൻ്റെ കറണ്ട് വോൾട്ടേജ് എല്ലാം കൺട്രോൾ ചെയ്യുക. അതുപോലെ ഇതിൽ ഇപ്പോൾ വരുന്ന ബാറ്ററീസിൽ മാക്സിമം ആക്റ്റീവ് ബാലൻസിങ് ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതായത് അതിൽ അസംബിൾ ചെയ്തേക്കുന്ന എല്ലാ സെൽസിലും ഈക്വലി ചാർജിങ് അതുപോലെ ഡിസ്ചാർജിങ് നടക്കണം. ഇല്ലെങ്കിൽ ഒരു 1-2 സെൽസിൽ പർട്ടിക്കുലർലി ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി എളുപ്പത്തിൽ ചീത്തയാവും. ഓക്കെ, സെക്കൻഡ്ലി നോക്കുവാണെങ്കിൽ EMS എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ചില ഇൻവെർട്ടേഴ്സിൽ അവൈലബിൾ ആണ്, ചില ഇൻവെർട്ടേഴ്സിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഇൻസ്റ്റാളേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് ഏതാണെന്നുള്ളത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. റീസെൻ്റ്ലി നമുക്ക് റിലീസായിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റംസ് നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഇപ്പം Enphase അവൈലബിൾ ആണ്, DEA അവൈലബിൾ ആണ്, പിന്നെ സോലിംഗ്ടെക് അവൈലബിൾ ആണ്, പിന്നെ സോൾ പ്ലാനറ്റ് അവൈലബിൾ ആണ്. മൈക്രോ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് Enphaseൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്. TSUN എന്ന് പറയുന്ന ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. അതുപോലെ വേറെയും കുറേ ബ്രാൻഡ്സ് ഇപ്പം നിലവിലത്തെ ഇൻവെർട്ടർ കമ്പനീസ് സോളിസിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ അവൈലബിൾ ആണ്. അവർ തന്നെ ഇപ്പം BYD ആയിട്ടുള്ള ബാറ്ററീസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രോആട്ട്, ഗുഡ്ബി, സൊലാക്സ്, സോഫാർ എല്ലാവരും ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് റെഡിലി അവൈലബിൾ ആണ്. പക്ഷേ ബാറ്ററീസ് ചിലപ്പോൾ ഇവർ തേർഡ് പാർട്ടി ആയിരിക്കും കൊടുക്കുന്നത്. Enphase പോലത്തെ കമ്പനീസ് സ്വന്തമായിട്ട് ബാറ്ററീസ് ഉണ്ടാക്കുന്നുണ്ട്. Enphase, DEA ഇതുപോലത്തെ കമ്പനീസ് സ്വന്തമായിട്ട് തന്നെ അവർ ബാറ്ററി അസംബ്ലി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് കമ്പനീസ് ആയിട്ടുള്ള കുറേ കമ്പനീസ് ഇതിൽ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല റെപ്യൂട്ടഡ് കമ്പനീസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൂമിനസ്, പിന്നെ ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്, അതുപോലെ ഒക്കായ പവർ. ഇവരൊക്കെ സ്വന്തമായിട്ട് ഇപ്പം ബാറ്ററി അസംബ്ലി യൂണിറ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി അവരുടെ ബാറ്ററീസും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 ബെസ്റ്റ് ആയിട്ടുള്ള പാനൽസ്, ഇൻവെർട്ടേഴ്സ്, ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ്, അതുപോലെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ്, പിന്നെ എങ്ങനെയാണ് ടെക്നിക്കൽ ട്രബിൾ ഷൂട്ടിംഗ് ചെയ്യണം, സർവീസ്, മെയിൻ്റനൻസ്, ഇതിനെക്കുറിച്ച് സോളാറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനൽ വരുന്നത്. ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഓൾ കേരള ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് പുതിയ ഓഫീസസ് ഉണ്ട്. അതുപോലെ സൗത്ത് കേരള, ട്രിവാൻഡ്രം, കൊല്ലത്ത്, പത്തനംതിട്ട, കോട്ടയൊക്കെ നമുക്ക് ഓഫീസസ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റലേഷൻസ് ഓൾ ത്രൂ ഔട്ട് കേരള ചെയ്യുന്നുണ്ട് ഇപ്പോൾ.